Bismillahirrahmanirrahim. Alhamdulillah, salatu wassalamu ala alihi washabihi ajma'in. Amma ba'd. Assalamu alaikum wa rahmatullahi wa barakatuh. അർമീനിയൻ പ്രശ്നവും ചരിത്രവും വർത്തമാനവും എന്നുള്ള വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് മുസ്ലിം ലോകവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചർച്ചകളിൽ മുസ്ലിം ലോകത്തിൻ്റെ ചരിത്രം സംസാരിക്കുന്ന നിമിഷങ്ങളിലെല്ലാം സ്വാഭാവികമായും ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ചരിത്രം എവിടെയും എടുത്തുദ്ധരിക്കപ്പെടാറുണ്ട്. ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന ജനസമൂഹങ്ങൾ നേരിട്ട പ്രശ്നങ്ങളെയായിരിക്കും പ്രധാനമായും അത് ചർച്ച ചെയ്യുക. ഇസ്ലാമോഫോബിയ പടരുന്ന പശ്ചാത്തലത്തിലും പ്രത്യേകിച്ച് ഖിലാഫത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമായ, അതിനെ പോസിറ്റീവായും നെഗറ്റീവായും ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിലും അതിലും കൂടുതൽ പ്രത്യേകിച്ച് തുർക്കിയെ സംബന്ധിച്ച് തുർക്കിയുടെ ആധുനിക മുസ്ലിം രാഷ്ട്രീയ ചരിത്രവും മുസ്ലിം രാഷ്ട്രീയ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട ചർച്ചകളിലുമെല്ലാം അർമീനിയ എന്ന് പറയുന്നത് പ്രധാന വിഷയമായി മാറുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ആധുനിക തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ആധുനിക തുർക്കി എന്ന് പറയുന്നത് 1924 ഉസ്മാനിയ ഖിലാഫത്ത് തകർന്നടിഞ്ഞതിന് ശേഷം മുസ്തഫ കമാൽ പാഷ രൂപീകരിച്ച തുർക്കിയെ കുറിച്ചിട്ടാണ്. അതിനു മുമ്പ് വരെ 1922 23 ആ ഒരു കാലഘട്ടം വരെ ശക്തമായി നിലനിരുന്ന ഉസ്മാനിയ ഖിലാഫത്തുമായി ആധുനിക തുർക്കിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ ഭരണഘടനാപരമായ നയപരമായ ബന്ധങ്ങളില്ല. ആ ഒരു സാഹചര്യത്തിൽ ആധുനിക തുർക്കിയെയും തുർക്കി ഭരണാധികാരികളെയും അവിടുത്തെ മുസ്ലിം രാഷ്ട്രീയത്തെയും ആരോപിക്കുവാനും അവർക്കെതിരെ ശക്തമായ ആരോപണങ്ങൾ അഴിച്ചുവിടുവാനും അർമീനിയൻ വിഷയം എടുത്തുദ്ധരിക്കുകയും അവരെ അധിക്ഷേപത്തിന് അർഹരാക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ചരിത്രപരമായ ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ നേരിടുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ്. അതിൽ പ്രധാനമായും അർമീനിയൻ ജനസൈഡ് എന്ന് വെച്ചാൽ എന്താണ്? അതൊരു ജനസൈഡ് ആണോ? അതൊരു വംശീയ ഉന്മൂലന പ്രക്രിയ ആയിരുന്നോ? അതല്ല, അത് അന്ന് ഉസ്മാനിയ ഖിലാഫത്തിന്റെ ആഭ്യന്തര കാലഘട്ടങ്ങളിൽ ആഭ്യന്തരമായ വിഷയങ്ങളിൽ നേരിട്ട പ്രശ്നങ്ങളോടനുബന്ധിച്ചുണ്ടായ രക്തരൂക്ഷിതമായ സംഘർഷമായിരുന്നോ എന്നൊക്കെ നമ്മൾ കൂടുതൽ അന്വേഷിക്കേണ്ടത് അനിവാര്യമാണ്. യഥാർത്ഥത്തിൽ അർമീനിയയും ഉസ്മാനിയ ഖിലാഫത്തുമായി തന്നെ തമ്മിലുള്ള ബന്ധത്തെക്കാളും മുമ്പേ തന്നെ അർമീനിയയും ഇസ്ലാമുമായും തമ്മിലൊരു ബന്ധമുണ്ട്. ഏകദേശം 640 കാലത്ത് തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ കാലഘട്ടത്തിൽ തന്നെ 632 ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ കാലഘട്ടത്തിന് ശേഷം തന്നെ അർമീനിയയിലെ നല്ലൊരു ശതമാനം പ്രദേശങ്ങൾ ഇസ്ലാമിന്റെ ഭരണ കീഴിൽ വന്നിട്ടുണ്ട്. അത് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് നിന്ന് തുടങ്ങി പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, പിന്നീട് ഉമയ്യ ഡൈനാസ്റ്റി, അബ്ബാസി ഡൈനാസ്റ്റി, സൽജൂക്കി ഭരണകൂടം, അതിൻ്റെ ഇടയിൽ കുറച്ചു കാലം മംഗോൾ ഭരണത്തിന്റെ കീഴിലും പിന്നീട് അവസാനം മംഗോളുകൾ തന്നെ ഇസ്ലാം സ്വീകരിക്കുന്ന പശ്ചാത്തലത്തിൽ അവരുടെ കീഴിലും അർമീനിയൻ ഭരണം വരികയും അതിനുശേഷം സ്വാഭാവികമായും ഉസ്മാനിയ ഖിലാഫത്തിന്റെ ഉദ്ധാരമുണ്ടാവുകയും ആ ഒരു പശ്ചാത്തലത്തിൽ ഉസ്മാനിയ ഖിലാഫത്തിന്റെ കീഴിലേക്ക് അർമീനിയയിലെ നല്ലൊരു ശതമാനം പ്രദേശങ്ങൾ ചേർക്കപ്പെടുകയും വീണ്ടും മുസ്ലിങ്ങളുടെ ഭരണം അവിടെ തുടരുകയും ചെയ്യുന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അവിടെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതായത് അർമീനിയയുടെ ഒരു ഭൂമിശാസ്ത്രപരമായ ഒരു വസ്തുതയും കൂടിയുണ്ട്. അർമീനിയ ഇറാന്റെയും തുർക്കിയുടെയും ജോർജിയ അടക്കമുള്ള പ്രദേശങ്ങളിൽ ചുറ്റിപ്പറ്റി കിടക്കുന്ന ഒരു രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ, അതായത് അർമീനിയയെ ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള കാലഘട്ടത്തിൽ തന്നെയും അർമീനിയ എന്തുകൊണ്ടാണ് ഇസ്ലാമിക ദേശത്തിന്റെ ഗവർണൻസിന്റെ കീഴിലേക്ക് വരുന്നത്? പ്രധാനപ്പെട്ട കാരണം
അന്ന് ബൈസാന്റിയൻ ഭരണകർത്താക്കളുമായിട്ടുള്ള യുദ്ധത്തിനിടയിൽ പ്രത്യേകിച്ച് ഈ ഭാഗം കടന്നിട്ട് വേണം അവരെയും അറ്റാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ മുസ്ലിം പ്രദേശങ്ങളെയോ ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിരന്തരം അർമീനിയയുമായിട്ടുള്ള നീക്കുപോക്കുകൾ, അർമീനിയൻ പ്രദേശങ്ങളുമായിട്ടുള്ള യാത്രകൾ ആ ഒരു പശ്ചാത്തലത്തിൽ വളരെ അനിവാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അർമീനിയ എന്നത് ഇസ്ലാമിക ദേശത്തിന്റെ ഭാഗമായി ആദ്യ കാലഘട്ടത്തിൽ തന്നെ ചേർന്നത്. അത്രയും തന്ത്രപ്രധാനമായ ഒരു പ്രദേശമാണ് അർമീനിയ. അന്ന് തന്നെ സ്വാഭാവികമായും അവിടെ നൂറ്റാണ്ടുകളോളം ക്രിസ്ത്യൻ സമൂഹം ഉണ്ടാവുകയും പിന്നീട് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തിന് ശേഷം നിരവധി കാലഘട്ടമായി മുസ്ലിം രാജവംശങ്ങളുമായും ഭരണകൂടങ്ങളുമായിട്ടുള്ള ബന്ധം കാരണം ഏകദേശം 25-30% മുസ്ലിങ്ങൾ അവിടെ നൂറ്റാണ്ടുകളായി രൂപപ്പെടുകയും ചെയ്ത ഒരു പശ്ചാത്തലവും കൂടിയുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഉസ്മാനിയ ഖിലാഫത്തിന്റെ കീഴിലേക്ക് അർമീനിയൻ ഭാഗങ്ങൾ വരികയും അവിടെ മുസ്ലിങ്ങളുമായിട്ടുള്ള നല്ല സഹവർത്തിത്വം രൂപപ്പെടുകയും ചെയ്തതായി ചരിത്രം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെ സുൽത്താൻ മുഹമ്മദ് ഫാത്തിഹ സെക്കൻഡിന്റെ ഇസ്താംബുൾ കീഴടക്കി കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി ഇസ്താംബുൾ ആക്കുകയും ആ ഒരു പശ്ചാത്തലത്തിൽ നല്ലൊരു ശതമാനം ക്രിസ്ത്യൻ അധികാരികളുമായിട്ട്, പ്രത്യേകിച്ച് അവിടെ ഉണ്ടായിരുന്ന ഓർത്തഡോക്സ് വിഭാഗമായിരുന്നു അർമീനിയയിൽ അധികവും കൂടുതലുണ്ടായിരുന്നത്. അവരുമായിട്ടുള്ള നല്ല ബന്ധം ഈ ഉസ്മാനിയ കാലഘട്ടത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ശക്തമായി നിലനിന്നിരുന്നു എന്നുള്ളതാണ്. പിന്നീട് അവിടെ ഫ്രഞ്ച് സാന്നിധ്യം കൂടുകയും ഫ്രഞ്ച് ക്രിസ്ത്യൻ ഭരണകർത്താക്കളുമായിട്ടുള്ള ബന്ധം കാരണം അവിടെ കാത്തലിക്സ് പണ്ഡിതന്മാർ, പുരോഹിതന്മാർ അവിടെ വരികയും അവരുടെ വിഭാഗത്തിന്റെ പ്രചരണം നടത്തുകയും അങ്ങനെ കാത്തലിക് ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ അവിടെ സജീവമാവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഏകദേശം 18-19 നൂറ്റാണ്ടിനടുത്തോളം ആ ഒരു സാഹചര്യത്തിൽ ബ്രിട്ടന്റെയും അമേരിക്കയുടെയും ഒരു സാന്നിധ്യം ആ ഭാഗങ്ങളിൽ ഉണ്ടാവുകയും അവിടെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗം, ക്രിസ്ത്യൻ വിഭാഗം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ചരിത്രമുണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട 3 ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ അർമീനിയൻ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ ശക്തമാവുകയും ഇത് തന്നെ ഏകദേശം 18-19 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ അവർക്കിടയിൽ രക്തരൂക്ഷിത കലാപങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു എന്നുള്ളതാണ്. സാധാരണ അർമീനിയൻ കലാപമെന്നോ അർമീനിയൻ കൂട്ടക്കൊലയെന്നോ അർമീനിയൻ രക്തച്ചൊരിച്ചിൽ എന്നൊക്കെ പറയുമ്പോൾ അവിടെ മുസ്ലിങ്ങളുമായും ഉസ്മാനികളുമായിട്ടോ അല്ലെങ്കിൽ തുർക്കി ഭരണകൂടവുമായി മാത്രം ചേർക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ ഈ പറയുന്ന വിവിധ ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ തമ്മിൽ നടത്തിയ അവരുടെ മത അധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള മത്സരത്തിലുണ്ടായ കൂട്ടക്കൊലകളൊന്നും ചരിത്രം രേഖപ്പെടുത്തുന്നില്ല എന്നതും ഒരു ഗൗരവതരമായ ഒരു വസ്തുതയും കൂടിയാണ്. ഇങ്ങനെ ഈ ഒരു തരത്തിൽ, അതായത് ഉസ്മാനികളുമായിട്ടുള്ള രക്തച്ചൊരിച്ചിലുകൾക്ക് മുമ്പേ തന്നെ അവർക്കിടയിൽ തന്നെ അവരുടെ മതവിഭാഗങ്ങൾ തന്നെ തമ്മിൽ തല്ലുകയും നിരവധി കലാപങ്ങൾ ഉണ്ടാക്കുകയും ഒരുപാട് കൂട്ടക്കൊലകൾ ഉണ്ടാവുകയും ഒരുപാട് പലായനങ്ങൾ സംഭവിക്കുകയും ചെയ്ത ചരിത്രം ഇപ്പോൾ നമ്മൾ അർമീനിയൻ ഭാഗത്ത് ചെന്നാൽ കാണുവാൻ കഴിയും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഏകദേശം 19-ാം നൂറ്റാണ്ട് തുടക്കത്തിൽ തന്നെ ഇവരുമായി 19-ാം നൂറ്റാണ്ട് ആദ്യ പകുതിയിൽ ഏകദേശം 1870-കൾക്ക് ശേഷം അവിടെ സ്വാഭാവികമായും റഷ്യൻ ഭരണാധികാരിയുമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുകയും ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഉസ്മാനിയ ഖിലാഫ അവർക്ക് പ്രത്യേകം മതാധികാരവും ഒരു സ്വയം നിർണായകാവകാശവും നൽകിയതായി നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അതായത് മില്ലത്ത് സിസ്റ്റം എന്ന് പറയുന്ന വ്യവസ്ഥ ഉസ്മാനിയ ഖിലാഫത്തിന്റെ അധികാര വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മൾ സാധാരണ ഇസ്ലാമിന്റെ പ്ലൂരൽ സിസ്റ്റത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തുദ്ധരിക്കുന്ന ഒരു സംവിധാനമാണ് മില്ലത്ത് വ്യവസ്ഥ എന്ന് പറയുന്ന മില്ലത്ത് സിസ്റ്റം എന്ന് പറയുന്ന ഉസ്മാനിയ ഖിലാഫത്തിന്റെ ഈ സവിശേഷമായ ഭരണഘടനാ രീതി. അതിൽ ഓരോ സമൂഹത്തിലും ഉസ്മാനിയ ഖിലാഫത്തിന് കീഴിലുണ്ടായിരുന്ന ഓരോ എത്നിക്, ഓരോ മൈനോറിറ്റി, ഓരോ റിലീജിയസ് ഗ്രൂപ്പിന്റെയും ഒരു പ്രധാനപ്പെട്ട പ്രതിനിധിയെ ദർബാറിലേക്ക് എത്തിക്കുകയും അവര് വഴി അവരുടെ സ്വയം ഭരണ അവകാശം നൽകുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയായിരുന്നു ഉസ്മാനിയ ഖിലാഫത്ത് സ്വീകരിച്ചിരുന്നത്. അത് തന്നെയാണ് ഇവരുടെ കാര്യത്തിലും സ്വീകരിച്ചിരുന്നത്. അതായത് ഈ റഷ്യൻ ഉസ്മാനിയ ഖിലാഫത്ത് യുദ്ധമുണ്ടാവുന്ന പശ്ചാത്തലത്തിൽ അതിനുശേഷം അവർക്ക് സ്വാതന്ത്ര്യം നൽകുകയും, അതായത് ഓർത്തഡോക്സ് വിഭാഗത്തിന് അവരുടേതായ സ്വയം നിർണാവകാശം നൽകി, കാത്തലിക്സ് വിഭാഗത്തിനും നൽകി, പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിനും നൽകുകയും ഇവരുടെ ഓരോ റെപ്രസെന്റേഷൻ ഭരണകൂട ദർബാറിലേക്ക് ഉറപ്പുവരുത്തുകയും ചെയ്ത ഒരു സാഹചര്യവും ഉണ്ടാവുന്നുണ്ട്. സ്വാഭാവികമായും ഇവർക്കിടയിൽ ഈ ഒരു പശ്ചാത്തലം, ഇങ്ങനെ ഫ്രഞ്ച്, ബ്രിട്ടീഷ്, റഷ്യൻ സ്വാധീനം
ഉസ്മാനിയ ഖിലാഫത്തിന്റെ ഏകദേശം 19 നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ ശക്തമാവുകയും ഈ ഒരു സാന്നിധ്യം ഇവർക്കിടയിൽ ഒരു ഇൻഡിപെൻഡൻസ്, അതായത് സ്വയം നിർണയാവകാശമുള്ള ഒരു രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള വാദം ശക്തമാവുകയും ചെയ്യുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു പശ്ചാത്തലത്തിൽ ഏകദേശം 1891 തന്നെ ഈ പറയുന്ന അർമീനിയൻ വിഭാഗങ്ങൾ തന്നെ പ്രധാനപ്പെട്ട മിലിറ്റന്റ് ഗ്രൂപ്പുകൾ, തീവ്രവാദി ഗ്രൂപ്പുകൾ എന്ന് തന്നെ വിളിക്കാൻ പറ്റുന്ന മിലിറ്റന്റ് ഗ്രൂപ്പുകൾ, അതായത് ഹൻജക്ക് പോലുള്ള, ഡഷ്നാക്സ് പോലുള്ള മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും ഉസ്മാനിയ ഖിലാഫത്തിന്റെ റൂറൽ ഏരിയയിൽ, തന്ത്രപ്രധാനമായ ഏരിയകളിൽ, പ്രത്യേകിച്ച് ഇവർക്ക് അധികാരമുള്ള ഏരിയയിൽ ശക്തമായ കലാപങ്ങൾ അഴിച്ചുവിടുകയും ചെയ്ത ചരിത്രവും കൂടിയുണ്ട്. അതായത് ഇവർ തന്നെ മുന്നിൽ വെച്ചുകൊണ്ട് ഇവരുടെ തന്നെ ഇനീഷ്യേറ്റീവായ കലാപങ്ങൾ ഉസ്മാനിയ ഖിലാഫത്തിൽ ഉണ്ടാവുന്നു. എന്തിനാന്ന് വെച്ചാൽ ഈ കലാപങ്ങൾ ഉണ്ടാക്കുകയും ആ കലാപങ്ങളിലൂടെ വിവിധ യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ നോട്ടം അവർക്കിടയിൽ കൂടുതൽ സജീവമാക്കുകയും അത് തങ്ങൾ പീഡനം അനുഭവിക്കുന്നതിന്റെ ഭാഗമായതുകൊണ്ടാണ് ഈ കലാപങ്ങൾ രൂപപ്പെടുന്നതെന്ന് ചിത്രീകരിക്കുകയും അതിന്റെ ഭാഗമായി ഇവർക്ക് സ്വതന്ത്രമായ ഒരു ഭരണാധികാരം രൂപപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശമായിരുന്നു അതിന്റെ പുറകിൽ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും ഈ പറയുന്ന കലാപത്തിന്റെ ഭാഗമായി തന്നെ ചില കരാറുകൾ റഷ്യയുമായി ചേർന്ന് ഉണ്ടാവുന്നതിന് നമുക്ക് കാണുവാൻ കഴിയും. അതായത് ഉസ്മാനി അർമീനിയ എന്ന് പറയുന്ന ഭാഗം ഉണ്ടാവുക, റഷ്യൻ അർമീനിയ എന്ന് പറയുന്ന മറ്റൊരു ഭാഗം ഉണ്ടാവുക, അങ്ങനെയൊക്കെയും വിഭജനങ്ങൾ റഷ്യയും ഉസ്മാനിയ ഖിലാഫത്തും തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുകയും ചെയ്ത ചരിത്രവും കൂടിയുണ്ട്. അവർക്ക് നിരവധി അവരുടെ മത രാഷ്ട്രീയ സ്വയംഭരണ അധികാരം അവർക്ക് നൽകുക, അതുപോലെ തന്നെ അവർക്ക് അവരുടെ നിയമവിധികളൊക്കെ നടപ്പിലാക്കാൻ പറ്റുന്ന സംവിധാനം ഒരുക്കുക. ഈ ഉസ്മാനിയ ഖിലാഫത്തിന്റെ തന്നെ റിഫോമുകൾ, അവരുടെ പരിഷ്കാരങ്ങളിൽ അർമീനിയൻ വിഷയം പ്രധാനമായി സുൽത്താൻമാർ കൊണ്ടുവരിക, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയും സ്വാഭാവികമായും ഈ എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാക്കാൻ, ഞാൻ പറഞ്ഞതുപോലെ ഹൻജക്ക് പോലെ, ഡഷ്നാക്സ് പോലുള്ള ഈ പറയുന്ന തീവ്രവാദ വിഭാഗങ്ങൾ തയ്യാറെടുത്തു എന്നുള്ളതും കൂടി ഈ പറയുന്ന അർമീനിയൻ പ്രശ്നം എന്ന് പറയുന്നത് ഉസ്മാനിയ ഖിലാഫത്തിന്റെ പ്രധാന ഒരു വിഷയമായി മാറി എന്നുള്ളതും കൂടി ഇതിന്റെ ചരിത്രത്തിലെ പ്രധാന ഭാഗവും കൂടിയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളുടെ ഈ ഖിലാഫത്തിന്റെ അല്ലെങ്കിൽ അർമീനിയൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഈ ജനസൈഡ് എന്ന് ആരോപിക്കപ്പെട്ട സംഭവത്തിലേക്ക് ഈ വിഷയം എത്തിച്ചേരുന്നത്. സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹൻജക്ക്, ഡഷ്നാക്സ് എന്ന് പറഞ്ഞ മിലിറ്റന്റ് ഗ്രൂപ്പുകൾ അവരുടെ പ്രദേശത്തിൽ മാത്രമല്ല കലാപങ്ങൾ അഴിച്ചുവിട്ടത്. മാസഡോണിയൻ അവരുടെ ചുറ്റുപാടുമുള്ള ഉസ്മാനിയ ഖിലാഫത്തിന്റെ ഇവരുടെ തന്നെ അധികാരമുള്ള പ്രദേശത്തിന്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലേക്ക് അവിടെയുള്ള ഖിലാഫത്ത് വിരുദ്ധമായ മിലിറ്റന്റ് ഗ്രൂപ്പുകളുമായും കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ആഭ്യന്തര കലാപം സൃഷ്ടിക്കാൻ ഇവർ തയ്യാറെടുത്തു എന്നുള്ളതും കൂടി ഒരു ചരിത്രമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് ഉസ്മാനിയ ഖിലാഫത്തിന്റെ അധികാരിയായി മാറുന്നത്. അദ്ദേഹം പലതവണ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ തന്നെ ഉസ്മാനിയ ഖിലാഫത്തിന്റെ കീഴിൽ മില്ലത്ത് സിസ്റ്റം ഏറ്റവും നന്നായി ഭരിക്കുക, നന്നായി കൊണ്ടു നടക്കുക എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ചിന്തയിൽ ഒരു പ്രധാന ഭാഗമായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ അർമീനിയൻ വിഭാഗങ്ങളുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കാൻ അദ്ദേഹം തയ്യാറെടുത്തിരുന്നു. പക്ഷേ ഈ പറയുന്ന ഹൻജക്ക്, ഡഷ്നാക്സ് പോലുള്ള ഈ വിഭാഗങ്ങൾ ശക്തമായ കലാപങ്ങൾ അഴിച്ചു വിടുകയും അവരെ തടുക്കുവാൻ വേണ്ടി, അതായത് ഈ പറയുന്ന ഉസ്മാനി പ്രദേശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ഇദ്ദേഹം സൈന്യം അയച്ചു വിടുകയും അവരെ ആ ഭാഗങ്ങൾ സംരക്ഷിച്ചു നിർത്താൻ ഇദ്ദേഹം ശ്രമിക്കുകയും ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയും. 1894 പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നുണ്ട്. സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിന്റെ കീഴിൽ ഈ ഭാഗത്തെ ഒരു ഗവർണറും അതായത് ടാക്സ് കളക്ട് ചെയ്യാൻ പോയ ഉദ്യോഗസ്ഥനെയും ഇവർ അറ്റാക്ക് ചെയ്യുകയും ആ ഭാഗങ്ങളിൽ ഈ പറയുന്ന അനത്തോളിയൻ പോലുള്ള ഭാഗങ്ങളിൽ ഇവർ ശക്തമായ കലാപങ്ങൾ അഴിച്ചു വിടുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സൈന്യം അങ്ങോട്ട് വരികയും ആ ഭാഗത്തേക്ക് വരികയും അതേസമയം ഈ പറയുന്ന മിലിറ്റന്റുകൾ മറ്റു ഭാഗങ്ങളിലേക്ക് പോയി സൈന്യത്തിന്റെ വരവ് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ മറ്റു ഭാഗങ്ങളിലേക്ക് പോവുകയും അവിടെ അവർ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടുതൽ കലാപങ്ങൾ അധികരിപ്പിക്കുകയും വ്യാപിക്കുന്നതുമായി നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മുസ്ലിങ്ങൾക്കിടയിലും അവർക്കിടയിലും
സ്വാഭാവികമായും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഈ പറയുന്ന അറ്റാക്ക് ചെയ്യുന്ന വിഭാഗത്തിൽ രണ്ട് ഭാഗത്തു നിന്നും കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് കാലത്ത് തന്നെ ഉണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിൽ യൂറോപ്പിലെ ബ്രിട്ടൻ, ഫ്രാൻസ്, അതുപോലെ തന്നെ റഷ്യ അടക്കമുള്ള രാഷ്ട്രങ്ങളെല്ലാം ഈ ഒരു വിഷയം കൂടുതൽ ശ്രദ്ധിക്കുകയും ഒരുക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലും ഉണ്ടായി. അങ്ങനെ അവർ തീരുമാനിച്ചു, ഈ പറയുന്ന 3 രാഷ്ട്രങ്ങളും ഉസ്മാൻ കമ്മിറ്റി രൂപീകരിക്കപ്പെടുകയും കമ്മിറ്റി ഒരു പഠനം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. ആ കമ്മിറ്റിയുടെ പഠനത്തിന്റെയും ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഹൻജക്ക് പോലുള്ള ദക്ഷിണാക്സ് പോലുള്ള തീവ്രവാദി വിഭാഗങ്ങൾ തന്നെയാണ് ഈ കലാപങ്ങൾ അഴിച്ചുവിട്ടത് എന്നുള്ള പഠനമാണ് ഈ കമ്മിറ്റി തന്നെ മുന്നോട്ട് വെച്ചത്. അതിന്റെ ആ കമ്മിറ്റിയുടെ പഠനം തന്നെ യഥാർത്ഥത്തിൽ അർമീനിയൻ തീവ്രവാദികളായ ഈ ഡെസ്നാക്സ് അതുപോലെ തന്നെ ഹൻജക്ക് വിഭാഗങ്ങളുടെ ഉദ്ദേശത്തിന് നേരെ വിരുദ്ധമായ ഫലമാണ് ഉണ്ടായത്. അത് യഥാർത്ഥത്തിൽ അവർക്ക് ഈ പറയുന്ന ആ ഒരു ഭാഗത്തെ അവരുടെ ആശയങ്ങൾക്ക്, അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് കൂടുതൽ ഈ വിഭാഗത്തെ പ്രകോപിപ്പിക്കുകയും അവർ കൂടുതൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ പഠനം വന്നതോടുകൂടി അർമീനിയൻ വംശജർക്കിടയിൽ, അതായത് ഉസ്മാനിയ ഖിലാഫത്തിന് കീഴിലുള്ള അർമീനിയൻ വിഭാഗങ്ങൾക്കിടയിൽ കൂടുതൽ അവബോധം ഉണ്ടാവുകയും അവിടെ എല്ലാവരും പൊതുവെ അർമീനിയക്കാർ ഈ ഉസ്മാനിയ ഖിലാഫത്തിനോട് വളരെ സമുചിതമായ സമീപനം സ്വീകരിക്കുന്നവരായിരുന്നു. ഈ സംഭവം വന്നതോടുകൂടി ഉസ്മാനിയ ഖിലാഫത്തിനെ കൂടുതൽ അംഗീകരിക്കുന്ന ഒരു സമീപനത്തിലേക്ക് എത്തിച്ചേർന്നതായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഏകദേശം 1900 തുടക്കത്തിൽ തന്നെ സ്വാഭാവികമായും തുർക്കിയുടെ ഉസ്മാനിയ ഖിലാഫത്തിന്റെ തന്നെ ആഭ്യന്തര രാഷ്ട്രീയം മാറുകയും ആ ഒരു പശ്ചാത്തലത്തിൽ അവിടെ യുവ തുർക്കികൾ, യങ് ടർക്സ് എന്ന് വിളിക്കപ്പെടുന്ന യുവ തുർക്കികൾ, കമ്മിറ്റി ഓഫ് യൂണിയൻ ആൻഡ് പ്രോഗ്രസ് എന്നറിയപ്പെടുന്ന ആ ഗ്രൂപ്പ് പൊങ്ങി വരികയും അവരുടെ നാഷണലിസ്റ്റ് താല്പര്യങ്ങൾ ശക്തമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും കൂടി തുർക്കിയിൽ ഉണ്ടാവുന്നുണ്ട്. അതായത് ഒരേ സമയം ആഭ്യന്തരമായ ഉസ്മാനിയ ഖിലാഫത്തിന്റെ ശക്തിയെ ഇല്ലാതാക്കുന്ന ഉസ്മാനിയ ഖിലാഫത്തിന്റെ ശക്തിയെ ഇല്ലാതാക്കുന്ന അവരുടെ താല്പര്യങ്ങളെ നിർണയിക്കുന്ന ഒരു വിഭാഗം പൊങ്ങി വരിക. അതായത് ആ ഒരു വിഭാഗം തന്നെ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിന്റെ പതനത്തിന് കാരണമായി മാറുക. അത് ആഭ്യന്തരമായ ഒരു സംഘർഷം ഉണ്ടായി. അതുപോലെ തന്നെ പ്രാദേശികമായി സ്വാഭാവികമായും ആ ഒരു പശ്ചാത്തലത്തിൽ സാറിസ്റ്റ് റഷ്യയുടെ കൂടുതൽ അധികാര വ്യാപന മോഹവും ആ ഒരു പശ്ചാത്തലത്തിൽ സജീവമായി. സ്വാഭാവികമായും ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്ന അർമീനിയൻ വിഭാഗത്തിന് മേൽ റഷ്യ കൂടുതൽ സ്വാധീനം ചെലുത്തുക, അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻസിന്റെ മേൽ ബ്രിട്ടൻ സ്വാധീനം ചെലുത്തുക, കാത്തലിക്സ് ക്രിസ്ത്യൻസിന്റെ മേൽ ഫ്രഞ്ച് സ്വാധീനം ചെലുത്തുക. ഈ തരത്തിലുള്ള സ്വാധീനങ്ങൾ സ്വാഭാവികമായും അർമീനിയർക്കാർക്കിടയിൽ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ ഒരു സ്വാതന്ത്ര്യമോഹം ശക്തമാവുകയും അത് ഈ തരത്തിൽ ഒന്ന് ആഭ്യന്തരമായ പ്രശ്നവും രണ്ടാമത് വൈദേശികമായ ഈ പ്രശ്നവും അർമീനിയെ കൂടുതൽ പ്രശ്നഭരിതമായ ഒരു പ്രദേശമാക്കി മാറ്റി എന്നുള്ളതാണ് ചരിത്രം. അതിൽ നിന്നുണ്ടായതാണ് ബാക്കി പറയുന്ന ഈ സംഭവങ്ങളെല്ലാം. ഇങ്ങനെ ഇതിന്റെ മറ്റൊരു പ്രധാന ഭാവവും കൂടി ഉണ്ടാവുന്നുണ്ട്. അതായത് ഈ പറയുന്ന ഹൻജക്ക്, ഡെസ്നാക്സ് പോലുള്ള തീവ്ര വിഭാഗങ്ങൾ പാരീസിൽ ഒരുമിച്ച് കൂടുകയും അവരുമായി യൂറോപ്യൻ രാഷ്ട്രങ്ങളുമായും ഇവർക്ക് ആയുധം നൽകുന്ന വിഭാഗങ്ങളുമായി മീറ്റിംഗ് ഉണ്ടാവുകയും അതിൽ ഉസ്മാനിയ ഖിലാഫത്തിന്റെ പതനത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയും സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിനെ സ്ഥാനഭ്രഷ്ടനാക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുക, അതുപോലെ തന്നെ അർമീനിയയിലെ ഒരു സ്വാതന്ത്ര്യ മോഹം ഉണ്ടാക്കുക, കൂടുതൽ കലാപങ്ങൾ അഴിച്ചുവിടുന്നത് യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചു വരുത്താൻ ഉപകരിക്കും എന്നുള്ളത് കൊണ്ടാണ്. എന്നുവെച്ചാൽ കൂടുതൽ ക്രൂരത ഉണ്ടാവുന്നത് അത് ഏകദേശം സംഭവിക്കുന്നത് തന്നെ ഈ പറയുന്ന അർമീനിയൻ തീവ്രവാദി വിഭാഗങ്ങളുടെ കയ്യിൽ നിന്നും കൂടിയാണ് എന്നുള്ളതാണ് ചരിത്രം. ഈ ഒരു പശ്ചാത്തലത്തിലാണ്, അതായത് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് 1909 അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കുന്നു.
നേരത്തെ പറഞ്ഞതുപോലെ ഈ അർമീനിയൻ പ്രശ്നം, സയോണിസ്റ്റ് പ്രശ്നം, ആഭ്യന്തരമായ യുവതുർക്കികളുടെ സാന്നിധ്യം, അതുപോലെ തന്നെ വിവിധ ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിന്റെ സാന്നിധ്യം, അങ്ങനെ വിവിധ ഇമ്പീരിയലിസ്റ്റ് സാന്നിധ്യവും എല്ലാം കാരണം സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിനെ അധികാരത്തിൽ നിന്ന് ഭ്രഷ്ടനാക്കുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഉസ്മാനിയ ഖിലാഫത്തിന്റെ ഒരു ശക്തിയായ രാഷ്ട്രീയ മതപരമായ അധികാരം ഇല്ലാതാവുകയും പിന്നീട് വരുന്ന എല്ലാ ഖലീഫന്മാരും വെറും പാവകളായി തീരുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലവും കൂടി അവിടെ സംഭവിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അധികാരം യുവതുർക്കികളിലേക്ക് ഒതുങ്ങുകയാണ് പിന്നീട് ചെയ്യുന്നത്. ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരു പരമാധികാര വ്യവസ്ഥ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിന്റെ പതനത്തോടു കൂടി യഥാർത്ഥത്തിൽ പ്രായോഗികമായി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. പിന്നീട് അധികാരം നാഷണലിസ്റ്റ് തുർക്കി ദേശീയവാദികളായ യുവതുർക്കികളാണ് പിന്നീട് ഈ ഭരണം കൈയാളുന്നത്. അവരുടെ കാലത്താണ് ഈ പറയുന്ന 1914, 15, 16 കാലങ്ങളിൽ ഉണ്ടായ ഈ അർമീനിയൻ കൂട്ടക്കൊല എന്ന് വിളിക്കപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടാവുന്നത്. ഇതിന്റെ പുറകിലേക്ക് നോക്കേണ്ട ഒരു ചരിത്രമുണ്ട്. എന്തുകൊണ്ടാണ് ആ സംഭവം ഉണ്ടാവുന്നത്? അതായത് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിന്റെ കാലത്ത് തന്നെയും അദ്ദേഹത്തിന് മേൽ ആരോപിക്കുന്ന ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട്. ഇദ്ദേഹം കുറെ ഭാഗത്ത് സൂസൻ എന്ന് പറയുന്ന, അതായത് അനത്തോളിയൻ ഭാഗത്തെ 90% താമസിച്ചിരുന്ന ഈ അർമീനിയൻ വംശജരെ ഉത്തര ഇറാഖിലേക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അത് സാധാരണ അദ്ദേഹം ജനസൈഡ് ചെയ്ത, കൂട്ടക്കൊല ചെയ്ത, ഉന്മൂലനത്തിന് ഉദ്ദേശിച്ചുകൊണ്ട് സുൽത്താൻ അബ്ദുൽ ഹമീദ് ചെയ്തത് ആണ് എന്ന് പറയുന്ന ഒരു ആരോപണമാണ് മുന്നിൽ വെക്കുന്നത്. യഥാർത്ഥത്തിൽ ആ ഒരു പശ്ചാത്തലത്തിൽ റഷ്യക്കാരെ പിൻപറ്റിയ, അല്ലെങ്കിൽ റഷ്യൻ ആർമിയെ തുർക്കിയെ അറ്റാക്ക് ചെയ്ത, ഉസ്മാനിയ ഖിലാഫത്തിനെ അറ്റാക്ക് ചെയ്ത റഷ്യക്കാരെ പിന്തുണയ്ക്കുകയായിരുന്നു ആ ഭാഗത്തെ ഇവർ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവാതിരിക്കാനും ഇവർ കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെടാതിരിക്കാനും അതുപോലെ തന്നെ ഇവരുടെ സാന്നിധ്യം ഉസ്മാനിയ ഖിലാഫത്തിന്റെ ശക്തിയെ, രാഷ്ട്രീയ ശക്തിയെ കുറയ്ക്കാതിരിക്കാനും അവരെ എടുത്ത് മാറ്റുകയാണ് ചെയ്തത്. അതല്ലാതെ ഈ പറയുന്ന ഉന്മൂലനം ചെയ്യുക എന്നതായിരുന്നില്ല. അതുമാത്രമല്ല, ചരിത്രകാരന്മാർ പറയുന്നത് ഫുൾ അക്കോമഡേഷൻ ഈ പറയുന്ന വിഭാഗത്തിലും നൽകിയിരുന്നു. ഉത്തര ഇറാഖിലേക്ക് മാറ്റിയപ്പോൾ പോലും അവർക്ക് പരമാധികാരം, അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് ചെയ്തിരുന്നു എന്നും കൂടി നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഈ ഒരു പശ്ചാത്തലവും കൂടിയുണ്ട്. അതായത് ജനസൈഡ് എന്ന് പറയുമ്പം ഈ പറയുന്ന ഉന്മൂലനത്തിന്റെ ചർച്ച വരുന്നു, ഇവരെ പലായനത്തിന്റെ ചർച്ച വരുന്നു. പലായനം മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ, പലായനത്തിന്റെ പുറകിലുള്ള കാരണങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. അതിന്റെ കൂടെ തന്നെ ഇവരെ പലായനം ചെയ്യപ്പോഴും മാറ്റി താമസിച്ചപ്പോഴും അവർക്ക് കൊടുത്ത സൗകര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. ഇതും കൂടി ഈ ഒരു വിഷയം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ ഉപയോഗിക്കേണ്ട ഒരു കാര്യവും കൂടിയാണ്. അതല്ലാതെ മറ്റൊരു കാര്യവും കൂടിയുണ്ട്. അതായത് ഈ പറയുന്ന അനത്തോളിയൻ ഭാഗത്ത് ജീവിച്ചിരുന്ന അർമീനിയൻ വംശജരെ മാത്രമാണ് മാറ്റിയത്. എല്ലാ അർമീനിയക്കാരെയും ഒന്നിച്ചല്ല മാറ്റിയത്. അതായത് ഇസ്മീർ പോലുള്ള പ്രദേശത്തെയും ബാക്കി ഇസ്താംബുൾ താമസിച്ചിരുന്ന അർമീനിയക്കാരെയും റീഹാബിലിറ്റ് ചെയ്തിരുന്നില്ല, അല്ലെങ്കിൽ അവരെ മാറ്റി താമസിപ്പിച്ചിരുന്നില്ല. അവരവിടെ തന്നെയാണ് താമസിച്ചത്. പക്ഷേ അർമീനിയൻ ജനസൈഡ് എന്ന് പറയുന്ന ചർച്ച ചെയ്യുമ്പോൾ മുഴുവൻ അർമീനിയക്കാർക്കെതിരെയും ഉസ്മാനിയ ഖിലാഫത്തിന്റെ കാലത്ത് ഈ പറയുന്ന മർദ്ദക നിലപാടാണ് സ്വീകരിച്ചിരുന്നത് എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ വസ്തുത അറിയേണ്ടത് അനിവാര്യമാണ്. അതുമാത്രമല്ല, ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യുവതുർക്കികളുടെ കമ്മിറ്റി ഓഫ് യൂണിയൻ ആൻഡ് പ്രോഗ്രസ് എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിൽ പോലും ഈ എല്ലാ യുവതുർക്കി നേതാക്കന്മാരും ഈ പറയുന്ന അർമീനിയക്കാരോട് ഒരേ തരത്തിലുള്ള ശത്രുത നിലപാടായിരുന്നില്ല സ്വീകരിച്ചിരുന്നത്. ഈ കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് ജനസൈഡിനെ കുറിച്ച് UN പറയുന്നത് എന്ന് അന്വേഷിക്കുമ്പോഴാണ്. എന്താണ് ജനസൈഡ്, അതായത് എന്താണ് കൂട്ടക്കൊലയെ കുറിച്ച് UN എന്താണ് പറയുന്നത്? സാധാരണ നമ്മൾ അതിന്റെ ആ ഒരു ചർച്ചയിൽ കൂട്ടക്കൊല സംഭവിക്കുന്നത് എപ്പോഴെന്ന് പറയുന്നത് UN ആദ്യം പറയുന്നത്, ഈ സമൂഹത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഇന്റൻഷനോട് കൂടിയുള്ള പ്രവർത്തനത്തെയാണ് കൂട്ടക്കൊല എന്ന് UN ആദ്യമായി എണ്ണി പറയുന്നത്. അതുപോലെ തന്നെ ഇവരെ ഓരോ വിഭാഗത്തെ, അതായത് നാഷണൽ ആയിട്ടും എത്നിക്കായിട്ടും ഇവരുടെ റിലീജിയസ് വിഭാഗവുമായിട്ടും റേഷ്യലായിട്ടുമുള്ള അവഗണന ഒരേ സമയം ഇവരോട് കാണിക്കുക എന്ന് പറയുന്ന ഒരു രീതി, ഒരു ക്ലോസ് ഇത് വെക്കുന്നുണ്ട്. അത്
അത് ചെയ്തിരുന്നില്ല. ഉസ്മാനിയ ഖിലാഫത്ത് അങ്ങനെ ആയിരുന്നില്ല അവരോട് ചെയ്തിരുന്നത്. ഇവരോട് മതപരമായ വിവേചനം കാണിച്ചിരുന്നില്ല. ഇവരുടെ പ്രാദേശികപരമായ എത്നിക്കായ വിവേചനം അവരോട് കാണിച്ചിരുന്നില്ല. പരമാവധി അവരെ ഭരണ രീതിയിലേക്ക്, ഭരണ സംവിധാനത്തിലേക്ക് കൂടുതൽ എൻഗേജ് ചെയ്യിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു തരത്തിൽ അതുകൊണ്ട് തന്നെ ഇതൊരു എത്നിക് ക്ലീൻസിങ് ആയി, ഒരു വംശീയ ഉന്മൂലനമായിട്ട് നമുക്ക് ചിത്രീകരിക്കുവാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ മറ്റൊരു ക്ലോസ്, അതായത് ജനസൈഡിനെ കുറിച്ചിട്ടുള്ള ഈ പറയുന്ന UN കൺവെൻഷന്റെ ആർട്ടിക്കിൾ 2-ാമത്തെ ക്ലോസിൽ പ്രത്യേകം എടുത്ത് പറയുന്നത് ഈ ഒരു സമൂഹത്തെ മുഴുവൻ ശാരീരികമായി മാനസികമായി പീഡിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ഒരു മുഴുവൻ ഗ്രൂപ്പിനെയും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉസ്മാനിയ ഖിലാഫത്തും അല്ലെങ്കിൽ ഈ യുവതുർക്കികളാണെങ്കിൽ പോലും മുഴുവൻ അർമീനിയക്കാരോട് ഈ നിലപാടായിരുന്നില്ല സ്വീകരിച്ചത്. പ്രത്യേക ചില പ്രാദേശിക, റഷ്യയോട് ചേർന്ന് നിൽക്കുന്ന, റഷ്യയുടെ സപ്പോർട്ട് സ്വീകരിക്കുന്ന, റഷ്യയിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നും ആയുധം സ്വീകരിക്കുന്ന ആ ഭാഗത്ത് താമസിച്ചിരുന്ന ആൾക്കാരെയാണ് മാറ്റി താമസിപ്പിച്ചത്. അവർക്കിടയിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കുട്ടികളെ പിടിച്ച് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി കൊണ്ടുപോവുക, അതൊരു ക്ലീൻസിങ്ങിന്റെ ഒരു ഭാഗമായി UN എണ്ണിയ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. കുട്ടികളോട് പൊതുവായി ഉസ്മാനിയ ഖിലാഫത്ത് ശത്രുതാ നിലപാടായിരുന്നില്ല സ്വീകരിച്ചത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ ക്ലീൻസിങ്ങുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട യുഎന്റെ കൺവെൻഷനിലെ ആർട്ടിക്കിൾ 2 പറയുന്നത് തന്നെ വെച്ച് നോക്കിയാൽ ഉസ്മാനിയ ഖിലാഫത്ത് ഈ ജനസൈഡ് ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, അവസാനം പിന്നീട് വന്ന യുവതുർക്കികൾ പോലും ആ നിലപാട് സ്വീകരിച്ചിരുന്നില്ല എന്നും നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു വസ്തുതയും കൂടി നമ്മൾ മുന്നോട്ട് വെക്കേണ്ട ഒരു കാര്യമാണ്. ഇനി മറ്റൊന്ന്, ഇതിനെ അർമീനിയൻ പ്രശ്നത്തെ നാസികളുടെ ജൂയിഷ് ഹോളോകോസ്റ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാറുണ്ട്. അതായത് എല്ലാവരും ആ ഒരു സമീകരണം നടത്തിക്കൊണ്ട് തുർക്കികളും ഈതൊരു തരത്തിലുള്ള ഉന്മൂലനമാണ് നടത്തിയത് എന്ന് പറയുന്നു. ഒന്നാമത്, ഇതിന് ഇസ്ലാമിക ആശയത്തിലെ മുസ്ലിം ആശയം മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു കലാപമായിരുന്നില്ല. അതായത് ഇത് സംഭവിച്ചത് തുർക്കി നാഷണലിസത്തിന്റെ പേരിൽ നടന്ന കലാപമാണ്. സാധാരണ നടന്ന ആരോപണം ഉസ്മാനിയ ഖിലാഫത്തിന്റെ വ്യാപനത്തിന് വേണ്ടി കൂട്ടക്കൊല നടത്തിയതാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത് തെറ്റാണ്. കാരണം ഇത് പ്രാദേശികമായ, അവിടെ ആഭ്യന്തരവും വൈദേശികപരമായ ഇടപെടലുകളുടെ കാരണമാൽ ഉണ്ടായ ഒരു റിയാക്ഷണറി പ്രവർത്തനമായിട്ടാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, ഇത് ഇസ്ലാമിക വ്യാപനമോ ഖിലാഫത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല, ഇത് യുവതുർക്കികളുടെ കാലഘട്ടത്തിലെ അവരുടെ നാഷണലിസ്റ്റിക് ഫീലിംഗിന്റെ, ദേശീയതാവാദത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ്. ഇതിന് പ്രത്യേകിച്ച് ഇസ്ലാമുമായി ബന്ധവുമില്ല എന്ന് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം നല്ലൊരു ശതമാനം അർമീനിയക്കാരും, ഈ പറയുന്ന ഹഞ്ചക്ക് പോലുള്ള, ഡഷ്നാക്സ് പോലുള്ള വിഭാഗങ്ങളും മറ്റു തീവ്രവാദ വിഭാഗങ്ങളും റഷ്യക്കാരുമായി കൊളാബറേറ്റ് ചെയ്ത് നടത്തിയ ഒരുപാട് കലാപങ്ങൾ കൂടി ഇതിന്റെ പുറകിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ അർമീനിയക്കാരെയും ഡിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. ഇസ്താംബൂളും ഇസ്മീറിലും പ്രദേശത്ത് ജീവിച്ചിരുന്ന ആ അർമീനിയക്കാർക്ക് ഈ ഒരു വിഷയം അഫക്റ്റ് ചെയ്തിരുന്നില്ല എന്നും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ യുവതുർക്കികൾ, അതായത് യുവതുർക്കികൾ 1914-15 കാലഘട്ടങ്ങളിൽ, 16 കാലഘട്ടങ്ങളിലാണ് ഇത് കൂടുതൽ വ്യാപകമായി മാറിയത്. ഈ കലാപങ്ങൾ, മുസ്ലിം അർമീനിയക്കാർക്കിടയിൽ നടന്ന കലാപങ്ങൾ വ്യാപകമായത് ആ ഒരു കാലഘട്ടത്തിലാണ്. ആ ഒരു സമയത്ത് പോലും യുവതുർക്കികളുടെ എല്ലാ നേതാക്കന്മാരും ഇതിനോട് അനുകൂലിച്ചിരുന്നില്ല എന്നതും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജൂയിഷ് ഹോളോകാസ്റ്റുമായി ചേർത്ത് വായിക്കുന്നത് അത് ഒന്ന് ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണ്. കാരണം നമുക്കറിയാം, നാസികൾ അവരുടെ ഫാസിസ്റ്റ് നാസിസ്റ്റ് ചിന്താധാരയുടെ അടിസ്ഥാനത്തിൽ എല്ലാ ജൂസിനെയും ഒരുപോലെ കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് സ്വീകരിച്ചിരുന്നത്. ഇത് ഉസ്മാനിയ ഖിലാഫത്തിന്റെ കാലത്തും യുവതുർക്കിയുടെ കാലത്തും അതായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ പറയുന്ന തരത്തിലുള്ള ഡിസ്ട്രക്റ്റീവായ ഒരു നശീകരണ ചിന്താധാരയുടെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച സമീപനമായിരുന്നില്ല യുവതുർക്കികളുടേത്. ഒരു യുദ്ധ പശ്ചാത്തലത്തിലും അതുപോലെ തന്നെ നാഷണലിസ്റ്റ് പശ്ചാത്തലത്തിലും സ്വീകരിച്ചിരുന്ന ഒരു സമീപനമായിരുന്നു അത്. മറ്റൊന്ന്, ഈ ജൂയിഷ് ഹോളോകാസ്റ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ആ ഒരു കാലഘട്ടത്തിൽ ജൂയിഷ് സിറ്റിസൺസ്, ജൂതന്മാർ നിരപരാധികളായിരുന്നു. അവരൊന്നും ചെയ്തിരുന്നില്ല.
പകരം അവർക്ക് മേൽ നാസികൾ അവരുടെ മർദ്ദക സമീപനം സ്വീകരിച്ചതായിരുന്നു എന്നുള്ളതാണ് ചരിത്രം. എന്നാൽ അർമീനിയൻ ചരിത്രം അങ്ങനെ ആയിരുന്നില്ല. അർമീനിയയിലെ തീവ്രവാദി ഗ്രൂപ്പുകൾ അവിടെ ആഭ്യന്തര കലാപങ്ങൾ ഇനിഷ്യേറ്റീവ് ചെയ്തു. അതുപോലെ തന്നെ ഈ റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ അടക്കമുള്ള അന്നത്തെ ഇമ്പീരിയൽ ശക്തികളുമായി കൊളാബറേറ്റ് ചെയ്ത ഒരു ചരിത്രവും കൂടി ഇവർക്കിടയിലുണ്ട്. അത് കൂടാതെ തന്നെ ഇത് നാസി കലാപം, അവർ ജൂയിഷ് ഹോളോകാസ്റ്റ് പ്രീ പ്ലാൻഡ് ആയ, നേരത്തെ തന്നെ വളരെ ആസൂത്രിതമായി ചെയ്ത ഒരു ഉന്മൂലന പ്രക്രിയയായിരുന്നു. എന്നാൽ തുർക്കിയുടെ പശ്ചാത്തലത്തിൽ, അതായത് ഉസ്മാനിയ ഖിലാഫത്തിന്റെയും പിന്നീട് ആധുനിക തുർക്കിയുടെയും പശ്ചാത്തലത്തിൽ, അതായത് യുവ തുർക്കിയുടെ കീഴിലുള്ള തുർക്കിയുടെയും പശ്ചാത്തലത്തിൽ ഇത് ഒരിക്കലും പ്രീ പ്ലാൻഡ് ആയിരുന്നില്ല. സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ യുദ്ധ സാഹചര്യത്തിലും ആഭ്യന്തരപരമായ ദേശീയതയുടെ പ്രശ്നത്തിലും രൂപപ്പെട്ട ഒരു കാര്യമായിരുന്നു, അതല്ലാതെ പ്രീ പ്ലാൻഡ് ആയിരുന്നില്ല. അതേപോലെ ഹിറ്റ്ലർ അടക്കമുള്ള നാസി ലീഡേഴ്സ് എല്ലാവരും ഒരേ ചിന്താഗതിക്കാരായിരുന്നു ജൂയിഷ് സിറ്റിസനെതിരെ. എന്നാൽ ഇവിടെ യുവതുർക്കികളായ പല നേതാക്കന്മാരും ഈ പറയുന്ന പ്രശ്നത്തെ, അർമീനിയൻ പ്രശ്നം എന്ന് പറയുന്ന പ്രശ്നത്തെ പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചതായും ഈ കലാപങ്ങൾക്കെതിരെ 100% ലീഡേഴ്സും എതിരായ നിലപാട് സ്വീകരിച്ചതായും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഇങ്ങനെ ഒരിക്കലും സമീകരിക്കാൻ പറ്റാത്ത ജൂയിഷ് ഹോളോകാസ്റ്റിനെ എടുത്തുദ്ധരിച്ചുകൊണ്ട് ഉസ്മാനിയ ഖിലാഫത്തിന്റെ ചരിത്രത്തെയും യുവതുർക്കികളുടെ ഭരണ രീതിയെയും ആധുനിക തുർക്കിയുടെ ചരിത്രത്തെയും അല്ലെങ്കിൽ ആധുനിക തുർക്കിയുടെ രാഷ്ട്രീയ വിഭാവനയെയും ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ആരോപിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇന്ന് രൂപപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ചർച്ചകൾ, അതായത് അർമീനിയൻ കൂട്ടക്കൊല എന്ന് പറയുന്ന ചർച്ച, അത് ക്രിസ്ത്യൻ രാഷ്ട്രങ്ങൾക്കിടയിൽ സജീവമായി ക്രിസ്ത്യൻ തീവ്രവാദികൾ നല്ലൊരു റോള് വഹിച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടാതെ സ്വാഭാവികമായും നൂറ്റാണ്ടുകളോളം 100% യൂറോപ്യൻ പ്രദേശങ്ങളിൽ പോലും അധികാരം നിലനിർത്തിയിരുന്ന ഉസ്മാനിയ ഖിലാഫത്തിനോടുള്ള ഒരു വിരോധ മനോഭാവവും കൂടി ഇതിന്റെ പിറകിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടി പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. നമുക്കറിയാം, ഹയാ സോഫിയ പോലുള്ള വിഷയങ്ങളും ഇസ്താംബുൾ കീഴടക്കുന്ന വിഷയങ്ങളും ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ക്രിസ്തീയ കേന്ദ്രീകൃത ചർച്ചകളെല്ലാം സ്വാഭാവികമായും ഇന്നും ആധുനിക ക്രിസ്ത്യൻ സംഘടനകൾക്കിടയിൽ മുസ്ലിങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന ശക്തമായ ഒരു ആയുധമായി മാറ്റുന്ന സാഹചര്യം കൂടിയാണ്. ആ ഒരു പശ്ചാത്തലത്തിലും കൂടിയാണ് അർമീനിയൻ ജനസൈഡ് എന്ന പേരിൽ അവിടെ ഉണ്ടായ ദൗർഭാഗ്യകരമായ കൂട്ടക്കൊലകൾ അത് എടുത്തുദ്ധരിക്കുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ സംസാരിക്കുമ്പോൾ പോലും ഇരുഭാഗങ്ങളിൽ നിന്ന് 60,000 അധികം ആൾക്കാർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. അർമീനിയൻ വിഭാഗം സ്വാഭാവികമായും മുസ്ലിങ്ങൾക്കിടയിലാണ് ജീവിച്ചത് കൊണ്ടും അവിടെ ഉണ്ടായിരുന്ന പ്രാദേശികപരമായ പ്രശ്നങ്ങളുടെ കാരണത്താൽ ഈ യുദ്ധങ്ങൾ ഉണ്ടായത് കൊണ്ടും ഒരുപാട് പേർ കൊല ചെയ്യപ്പെടുകയും ഒരുപാട് പേർ അവിടുന്ന് പലായനം ചെയ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതും സത്യമാണ്. അതുപോലെ തന്നെ ആ ഒരു സത്യം മനസ്സിലാക്കുന്ന സാഹചര്യത്തിൽ തന്നെ നിരവധി മുസ്ലിങ്ങൾ പോലും ഇവരുടെ ഈ പറയുന്ന ഹഞ്ചക്ക് പോലുള്ള, ഡഷ്നാക്സ് പോലുള്ള, അല്ലെങ്കിൽ റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ് പോലുള്ള സാമ്രാജ്യത്വ ശക്തികളുടെ ആയുധം സ്വീകരിച്ചുകൊണ്ട് നടത്തിയ കലാപങ്ങളിൽ മുസ്ലിങ്ങളും അതേപോലെ തന്നെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ഇന്ന് നമ്മൾ തുർക്കിയുടെയോ അല്ലെങ്കിൽ അർമീനിയൻ ഭാഗത്തേക്കുള്ള യാത്രകളിൽ ഇവരുടെ സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന ഭാഗങ്ങൾ മാത്രം ചിത്രീകരിച്ചുകൊണ്ട് ഇത് മുസ്ലിങ്ങൾ നടത്തിയ, ഖിലാഫത്ത് നടത്തിയ, തുർക്കി ഭരണാധികാരികൾ നടത്തിയ കലാപങ്ങളുടെ ബാക്കി ചിത്രമാണ് എന്ന് പറയുന്ന നേരത്തെ തന്നെ അതേ ഒരു പശ്ചാത്തലത്തിൽ ഈ പറയുന്ന അർമീനിയൻ തീവ്രവാദികളും അർമീനിയൻ പ്രക്ഷോഭകാരികളും മുസ്ലിം പ്രദേശങ്ങളിലും നടത്തിയ കൂട്ടക്കൊലകളുടെ ചരിത്രത്തിന്റെ ബാക്കി പത്രവും ഇന്നും നമുക്ക് ഈ പറഞ്ഞ അനാത്തോളിയൻ ഭാഗങ്ങളിലും സസൂൻ ഭാഗങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും. ആ ഭാഗങ്ങളിലേക്ക് ആരും യാത്ര ചെയ്യുന്നില്ല, ആ ഭാഗങ്ങളിലേക്ക് ആരും ഇത് പ്രത്യേകം എടുത്ത് ചിത്രീകരിക്കുന്നില്ല എന്നതും പ്രത്യേകം ശ്രദ്ധേയപരമായ ഗൗരവകരമായ ഒരു വസ്തുതയാണ്. ഇത് എന്തുകൊണ്ടാണ് ആധുനിക തുർക്കിയെ ഒരു സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നത്? സ്വാഭാവികമായും ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇതൊരു UN കൺവെൻഷന്റെ ആർട്ടിക്കിൾ 2 അടിസ്ഥാനത്തിലുള്ള ഈ ഡെഫിനിഷന്റെ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു എത്നിക് ക്ലീൻസിങ് അല്ല, വംശീയ ഉന്മൂലനമല്ല, ജനസൈഡ് അല്ല എന്നാണ് തുർക്കി മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആധുനിക തുർക്കി, അതായത് ഇന്നത്തെ തുർക്കി പോലും ഈ പറയുന്ന അർമീനിയൻ ജനസൈഡ് എന്ന് പറയുന്ന വാദത്തെ അംഗീകരിക്കാത്തത്.
തിരിച്ചു പറയാൻ മുസ്ലിങ്ങൾ കൂട്ടക്കൊല ചെയ്തത് എന്തുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല? അതുപോലെ തന്നെ ലോകത്തിന്റെ ഫ്രാൻസ് അൾജീരിയ നടത്തിയ കൂട്ടക്കൊലകളെ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? ബെൽജിയം കിങ് ലിയോപോൾഡ് കോങ്കോ അടക്കമുള്ള ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ നടത്തിയ കൂട്ടക്കൊലകളെ നിങ്ങൾ എന്തുകൊണ്ട് ജനസൈഡ് എന്ന് അംഗീകരിക്കുന്നില്ല? ഇങ്ങനെയൊക്കെ വിവിധ ചോദ്യങ്ങൾ തിരിച്ച് തുർക്കിയെ സപ്പോർട്ട് ചെയ്യുന്ന വിവിധ രാഷ്ട്രങ്ങളും ചോദിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പ് നടന്ന അർമീനിയൻ അസർബൈജാൻ സംഘർഷം പോലും ഈ ഒരു വിഷയവുമായി ചേർത്ത് ഒരു പശ്ചാത്തലവും കൂടിയാണ്. അതായത് അസർബൈജാൻ എന്ന് പറയുന്ന മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രവും അർമീനിയൻ എന്ന് പറയുന്ന ക്രിസ്തീയ ഭൂരിപക്ഷ രാഷ്ട്രവും തമ്മിലുള്ള സംഘർഷത്തിൽ അത് തുർക്കി അസർബൈജാന്റെ കൂടെ നിന്നത് പോലും ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുവരുന്നവരുടെ പുറകിൽ ഒരു ഒളിയമ്പായി ബാക്കി നിൽക്കുന്നുണ്ട് എന്നതും കൂടി കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഈ പറയുന്ന അർമീനിയൻ ജനസൈഡ് എന്ന് പറയുന്ന ആ ഒരു പ്രശ്നത്തെ പ്രശ്നവൽക്കരിക്കാനും അതുപോലെ തന്നെ ഒരേ സമയം തന്നെ ആ ഒരു ദൗർഭാഗ്യപരമായ സന്ദർഭത്തിൽ നടന്ന കൂട്ടക്കൊലകളെ അംഗീകരിക്കുകയും ആ കൂട്ടക്കൊലകൾ ഏകപക്ഷീയമായി മാത്രമായി മനസ്സിലാക്കുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.